ആമയിഴഞ്ചാൻ തോട്ടിലെ അപകടത്തിൽ മരിച്ച ജോയിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇപ്പോൾ ബന്ധുക്കൾക്ക് കൈമാറുകയാണ്. ഇപ്പോൾ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ, മന്ത്രി MB രാജേഷ്, അതുപോലെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, മേയർ ആര്യ രാജേന്ദ്രൻ അടക്കമുള്ള ആളുകളെയൊക്കെ നമുക്ക് കാണാം. ഇപ്പോൾ ജോയിക്ക് അന്തിമോപചാരം അർപ്പിക്കുകയാണ്. അവിടെ നിന്നാണ് നെയ്യാറ്റിൻകരയിലെ മാരായമുട്ടത്തെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോവുക. ഞങ്ങളുടെ പ്രതിനിധികൾ രണ്ട് സ്ഥലത്ത് ഇപ്പോൾ MLA ഹരീന്ദ്രനെ കാണാനാവുന്നുണ്ട്. സ്ക്രീനിൽ അദ്ദേഹവും ഉണ്ട്. അപ്പോൾ എല്ലാവരും ചേർന്ന് മൃതദേഹം ഏറ്റുവാങ്ങി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇപ്പോൾ മൃതദേഹം മാരായമുട്ടത്തെ വസതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ ഒരു സമയമാണ്. അങ്ങേയറ്റം ദുഃഖകരമായൊരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. എല്ലാ ശ്രമവും വിഫലമായി എന്നുള്ളതാണ്. മണിക്കൂറുകൾ നീണ്ട, ഏതാണ്ട് 2 ദിവസത്തോളം നീണ്ട വലിയ പരിശ്രമം, അതിനൊടുവിലാണ് ഇന്ന് രാവിലെ നഗരസഭാ ജീവനക്കാർ ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയത്. റെയിൽവേയുടെ അധീനതയിലുള്ള ഈ ആമയിഴഞ്ചാൻ തോട്ടിലെ ഭാഗത്തിന് തൊട്ടടുത്ത്, അവിടം വിട്ട് അതിന് പുറത്ത് തകരപ്പറമ്പിനടുത്ത് വെച്ചാണ് കനാലിൽ ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഇപ്പോൾ മേയർ ആര്യ രാജേന്ദ്രൻ റീത്ത് സമർപ്പിച്ചു. മന്ത്രി MB രാജേഷ്, അതുപോലെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ എന്നിവരെല്ലാം അവിടെയുണ്ട്. CK ഹരീന്ദ്രൻ MLA ഉണ്ട്. വിജിൻ വിവരങ്ങളുമായി ചേരുന്നു. കൂടുതൽ വിശദാംശങ്ങളുമായി, പ്രാദേശിക വാർത്തകളുമായി ആര്യ എത്തുകയും ചെയ്യും. വിജിൻ, വിശദാംശങ്ങളിലേക്ക്. ഇവിടെ നിന്ന് ഇപ്പോൾ നേതാക്കളൊക്കെ, ജനപ്രതിനിധികൾ ഒക്കെ അന്തിമോപചാരം അർപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്, അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റു കാര്യങ്ങളിലേക്ക് ശരത്ത് 1:15 കൂടിയാണ് ജോയിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചത്. അതിനുശേഷമാണ് ഇപ്പോൾ പുറത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. മന്ത്രി MB രാജേഷ്, ഒപ്പം തന്നെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ, മേയർ ആര്യ രാജേന്ദ്രൻ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, ഒപ്പം തന്നെ BJP നേതാക്കൾ, മറ്റ് കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ ഒക്കെ ഇവിടെയുണ്ട്. എന്തായാലും മൃതദേഹം ഇപ്പോൾ ആംബുലൻസിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇവിടെ നിന്ന് നേരെ മാരായമുട്ടത്തെ വീട്ടിലേക്കാണ് കൊണ്ടുപോവുക. വീട്ടിലാണ് സംസ്കാര ചടങ്ങുകൾ ഒക്കെ നടക്കുക. എന്തായാലും ഇന്ന് രാവിലെയാണ് 3ാമത്തെ ദിവസത്തെ തെരച്ചിലിന് ഒടുവിൽ ഇന്ന് രാവിലെ 9:15 കൂടിയാണ് മൃതദേഹം തൊട്ടടുത്ത തകരപ്പറമ്പിലെ തോട്ടിൽ നിന്ന് കണ്ടെത്തിയത്. അതിനുശേഷം നേരെ ഈ കോർപ്പറേഷനിലെ തൊഴിലാളികൾ ആണ് മൃതദേഹം കണ്ടെത്തിയത്. അതിനുശേഷം നേരെ മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം എത്തിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ആണ് ബന്ധുക്കളൊക്കെ എത്തി ഈ മൃതദേഹം ജോയിയുടെ തന്നെയാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം, ഔദ്യോഗികമായി സ്ഥിരീകരണം നടത്തിയ ശേഷമാണ് പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടന്നത്. ഏകദേശം 1.5 മണിക്കൂറോളം നീണ്ടുനിന്ന പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമാണ് ഇപ്പോൾ മൃതദേഹം പുറത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. CK ഹരീന്ദ്രൻ MLA ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. എന്തായാലും ഇവരെല്ലാം മൃതദേഹത്തെ അനുഗമിക്കും, നാട്ടിലേക്ക് കൊണ്ടുപോകും. വലിയ തരത്തിലുള്ള മന്ത്രി MB രാജേഷിന്റെ പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാം. എന്തായാലും മന്ത്രി MB രാജേഷ്, MV ഗോവിന്ദൻ മാസ്റ്റർ എന്നിവരുടെ പ്രതികരണത്തിലേക്കാണ് പോകുന്നത്. മൃതദേഹം ഇപ്പോൾ ആംബുലൻസിൽ കയറ്റിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ആംബുലൻസ് പുറപ്പെടും. വളരെ ദുഃഖകരവും വേദനാജനകവുമായ സംഭവമാണ് ഉണ്ടായത്. അപകടത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ട ജോയിയുടെ വിയോഗത്തിലുള്ള അഗാധമായ ദുഃഖം, അനുശോചനം രേഖപ്പെടുത്തുകയാണ്. ഇത്രയാണ് ഈ ഘട്ടത്തിൽ ഇപ്പോൾ പറയാനുള്ളത്.
അത്തരം ഇപ്പോൾ ആശുപത്രിയിൽ വെച്ച് ഞാൻ വേറൊരു കാര്യവും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ബാക്കി കാര്യങ്ങൾ ഞാൻ വിശദമായിട്ട് നിങ്ങളെ കാണുന്നുണ്ട്, വിശദമായി ഇന്ന് തന്നെ കാണുന്നുണ്ട്. സാധാരണ അതിനൊരു നടപടിക്രമമുണ്ട്. ക്യാബിനറ്റ് ചർച്ച ചെയ്തിട്ടാണല്ലോ തീരുമാനിക്കുക. ഗവൺമെൻറ് ഒരു കാര്യത്തിൽ അപ്പോൾ പ്രഖ്യാപിക്കാറില്ല, ക്യാബിനറ്റ് ചർച്ച ചെയ്തിട്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. അങ്ങനൊരു നിവേദനം ബഹുമാനപ്പെട്ട MLA നൽകി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബാക്കി ക്യാബിനറ്റ് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമാണ്. ജോയിയുടെ നിര്യാണത്തിൽ മന്ത്രി MB രാജേഷ് അനുശോചിക്കുകയായിരുന്നു. കൂടുതൽ വിവരങ്ങൾ ക്യാബിനറ്റ് യോഗത്തിന് ശേഷം തീരുമാനിക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം മെഡിക്കൽ കോളേജിന് പുറത്തേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇനി അല്പസമയത്തിനകം മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകും. MLA CK ഹരീന്ദ്രൻ, മേയർ ആര്യ രാജേന്ദ്രൻ, മന്ത്രി MB രാജേഷ് അടക്കമുള്ള ജനപ്രതിനിധികൾ ഈയൊരു മൃതദേഹത്തെ അനുഗമിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. വിജിൻ വായന്തോട് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിജിൻ, മറ്റു വിവരങ്ങൾ എങ്ങനെ? ആര്യ, എന്തായാലും അല്പസമയം മുമ്പ് MB രാജേഷ് ഔദ്യോഗികമായ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ CK ഹരീന്ദ്രൻ MLA മുഖ്യമന്ത്രിക്ക് ഈ നഷ്ടപരിഹാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട നിവേദനം നൽകി എന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മന്ത്രിസഭാ യോഗമാണ് ക്യാബിനറ്റ് ചേർന്നാണ് തീരുമാനിക്കുക. അത് അത്തരത്തിൽ അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ച് അത്തരം തീരുമാനത്തിലേക്ക് കടക്കും. എന്തായാലും അല്പസമയം മുമ്പ് ജോയിയുടെ മൃതദേഹം ഇപ്പോൾ ഇവിടുന്ന് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. 1:15 കൂടിയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി 1:30 പുറത്തേക്ക് എത്തിച്ചത്. എന്തായാലും മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊക്കെ ഒടുവിൽ 48 മണിക്കൂറിന് ശേഷമാണ് മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞത്. ഇന്ന് രാവിലെ 9:15 കൂടിയാണ് തൊട്ടടുത്ത തകരപ്പറമ്പിലെ തോട്ടിൽ നിന്ന് ജോയിയുടെ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞത്. ഈ കോർപ്പറേഷൻ്റെ തൊഴിലാളികളാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. നേരത്തെ തന്നെ അവർക്ക് ഇത്തരത്തിൽ തോടുകളിലും മറ്റ് വെള്ളമൊഴുകുന്ന പ്രദേശങ്ങളിലും ഒക്കെ മൃതദേഹം ഉണ്ടോ എന്ന കാര്യത്തിലും ഒഴുകിയെത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പരിശോധന നടത്താനുള്ള നിർദ്ദേശം നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തിരച്ചിലിന് ഒടുവിലാണ് മൃതദേഹം കണ്ടെത്തിയത്. എന്തായാലും അപ്പോൾ തന്നെ കോർപ്പറേഷനിലെ തൊഴിലാളികൾ വിവരമറിയിക്കുകയും തുടർന്ന് കോർപ്പറേഷൻ്റെ ആംബുലൻസും ആരോഗ്യ പ്രവർത്തകരും ഒക്കെ എത്തി മൃതദേഹം നേരെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുകയായിരുന്നു. അത് ഒപ്പം തന്നെ ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്ന ഈ ശുചീകരണ തൊഴിലാളികൾ തന്നെ അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും അത് ആ സമയത്ത് തന്നെ ശുചീകരണ തൊഴിലാളികൾക്ക് ജോയിയുടെ മൃതദേഹമാണ് എന്ന് വ്യക്തമാവുകയും ചെയ്തിരുന്നു. തുടർന്ന് ബന്ധുക്കൾ എത്തി അത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ച ശേഷമാണ് മേയറുടെ ഉൾപ്പെടെയുള്ള ഔദ്യോഗികമായ പ്രതികരണം ഉണ്ടാവുകയും ചെയ്തത്. അതിനുശേഷം ഇൻക്വസ്റ്റ് നടപടികളും പോസ്റ്റ്മോർട്ടം നടപടികളിലേക്കും കടന്നു. ഏകദേശം 1.5 മണിക്കൂർ നീണ്ടുനിന്ന പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചാണ് ഇപ്പോൾ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിരിക്കുന്നത്. CK ഹരീന്ദ്രൻ MLA ഉൾപ്പെടെയുള്ള ആളുകൾ ഈ മൃതദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. നാട്ടിലേക്ക് എത്തിച്ച് വീടിനടുത്തുള്ള ഒരു സ്ഥലത്താണ് പൊതുദർശനം നടത്തുക. എന്തായാലും മന്ത്രി MB രാജേഷും അതുപോലെ തന്നെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, BJP ജില്ലാ പ്രസിഡന്റ് VV രാജേഷ് തുടങ്ങിയവരൊക്കെ ഈ മൃതദേഹം കൊണ്ടുപോകുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ മേയർ ആര്യ രാജേന്ദ്രനും സബ് കളക്ടറും ഉൾപ്പെടെയുള്ളവരും ഉണ്ടായിരുന്നു. അവർ എല്ലാം ഈ വാഹനത്തെ അനുഗമിച്ച് വീട്ടിലേക്ക് പോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. മേയർ ഉൾപ്പെടെയുള്ളവർ അനുഗമിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും മാരായമുട്ടത്തെ വീട്ടിൽ ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഏറെ ദുഃഖകരമായ ഒരു സംഭവം നടന്നിട്ട് ഏകദേശം 48 മണിക്കൂറിന് ശേഷമാണ് മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞത്. സംസ്ഥാന സർക്കാരിൻ്റെയും അതുപോലെ തന്നെ NDRFിൻ്റെയും ഏറ്റവും അവസാനം നേവിയുടെയും ഒക്കെ സംഘം നടത്തിയ തിരച്ചിലൊന്നും മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഏറെ പ്രയാസപ്പെട്ടുള്ള തിരച്ചിലായിരുന്നു സ്കൂബ ടീം ഉൾപ്പെടെ നടത്തിയത്. അവർക്ക് ഇതുവരെ ഇത്തരത്തിലുള്ളൊരു തെരച്ചിൽ നടത്തേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല എന്നുള്ളതുൾപ്പെടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രക്കായിരുന്നു ഈ ടണലിൽ ഉണ്ടായിരുന്ന മാലിന്യങ്ങൾ എന്ന് പറയുന്നത്. കാലങ്ങളായി കെട്ടിക്കിടന്ന മാലിന്യങ്ങൾ റെയിൽവേ അത് ക്ലീൻ ചെയ്യാത്തതിൻ്റെ ഭാഗമായിട്ടുണ്ടായ പ്രതിസന്ധി ഒക്കെയാണ് ഈ ജോയിയുടെ മരണത്തിലേക്ക് നയിച്ചത്. VK പ്രശാന്ത് ഒക്കെ നമ്മളോട് പ്രതികരിച്ചതുപോലെ ഈ ഒരു രക്തസാക്ഷി കൂടിയാണ് ജോയി എന്ന കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഇത്തരത്തിൽ പൊതുജനങ്ങൾ ഉൾപ്പെടെ വേസ്റ്റ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ ജലാശയങ്ങളിലേക്ക് നടപടികൾക്ക് ശേഷം ജോയിയുടെ മൃതദേഹവുമായുള്ള വാഹനം മാരാരിമുട്ടത്തെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. വൈകുന്നേരത്തോടെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുമെന്നാണ് നിലവിൽ വിജിൻ വായന്തോട് അവിടെ നിന്ന് നൽകുന്ന വിവരങ്ങൾ.